ഒരിക്കൽ കൂടി അമേരിക്കയിൽ നിൽക്കാൻ ഇവർക്ക് ഒന്ന് ക്ഷമാപണം ഒക്കെ സ്വീകരിച്ച് ഒരു ചാൻസും കൂടി കൊടുത്താൽ ഇവർ അമേരിക്കയെ മുഴുവനും ഒരു പലസ്തീനാക്കി അങ്ങോട്ട് മാറ്റും. അതാണ് ഇവരുടെ രീതി. ഇവരെ നമ്പാൻ പറ്റില്ല എന്നേ. യൂണിവേഴ്സിറ്റികളിൽ ഹമാസ് അനുകൂല സമരം നടത്തിയ ആളുകൾ, ജൂത വിദ്യാർത്ഥികൾ, യഹൂദ പൗരന്മാർ, അവരെയൊക്കെ ആക്രമിച്ച ആളുകൾ, സിനഗോഗുകളിൽ നാശം വരുത്തിയ ആളുകൾ, ഇവരെയൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ നാടുകടത്തി കഴിഞ്ഞു ഇതിനോടകം തന്നെ. കാരണം ക്യാമ്പസുകളിൽ ജൂത വിദ്യാർത്ഥികളെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഇവർ ആക്രമിച്ചത്. അതെ, ജോയ് ക്രിയേഷൻ സത്യമാണ്. കേരളത്തിലാകുമ്പോൾ ഹമാസിന് ജയ് വിളിക്കാം, സപ്പോർട്ട് ചെയ്യാം. ഹമാസിനെ പോരാളികളാണെന്ന് പറയാം, താലിബാനെ വിസ്മയമാണ് എന്ന് പറയാം. ഞങ്ങൾ ഹമാസിനൊപ്പമാണ് എന്ന് പറഞ്ഞ് ഹമാസിന്റെ നേതാക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് പ്രകടനങ്ങൾ നടത്താം. ഹമാസിന് വേണ്ടിയുള്ള അനുകൂല ഘോഷയാത്രകൾ ഇവർക്ക് നടത്താം. പക്ഷെ അമേരിക്കയിൽ പറ്റില്ല, ഇന്ത്യയിൽ പറ്റും. ഈ തീവ്രവാദികൾക്കെതിരെ ഒരു കേസും ആരും എടുക്കില്ല. PC ജോർജ് ആവുമ്പം ചാഞ്ഞ കൊമ്പാണ്, ഇവർക്ക് ചാടി കയറാം. അതുകൊണ്ടാണ് ഇവർ നിരന്തരം PC ജോർജിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച അവർക്കെതിരെ എന്തെങ്കിലും ഒരു കേസെങ്കിലും ഇട്ടതായിട്ട് നമുക്കറിയാമോ? ബുദ്ധിമുട്ടാണ്. അപ്പോ അമേരിക്കയുടെ ക്യാമ്പസുകളിൽ ഹമാസിന്റെ കൊടിയും പിടിച്ചു ബൈഡന്റെ പവറില് അഴിഞ്ഞാടിയ ആളുകളെ ട്രംപ് വന്ന് പൂട്ടിയെന്ന് മാത്രമല്ല, ഇനി ജോലിയുമില്ല, കൂലിയുമില്ല, വിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, പൗരത്വവും റദ്ദ് ചെയ്യപ്പെട്ടു, വന്ന നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകണം. ആദ്യഘട്ടത്തിൽ 8000 വിദ്യാർത്ഥികളെയാണ് നാടുകടത്തിയത്. അപ്പൊ വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരുന്ന ഭീകരവാദം ഏത് രൂപത്തിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. വിദ്യാർത്ഥികളെ ഒരു രൂപത്തിലും തളയ്ക്കാൻ സാധിക്കാതെ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ തീവ്രവാദ ആശയങ്ങൾ, ഈ ഭീകരതകൾ, ഇതിനെതിരെ ശക്തമായി പൊരുതേണ്ടത് അനിവാര്യമാണെന്നും അമേരിക്കയിൽ ഈ തീവ്രവാദികളെ വളരാൻ അനുവദിക്കരുത് എന്നും ട്രംപ് തീരുമാനിച്ചു. 8000 വിദ്യാർത്ഥികൾ നോക്കണം, വേറെ ഒരു രാജ്യത്ത് അഭയം ചോദിച്ചു വന്നതാ, അഭയം തേടി വന്നതാ. മര്യാദയ്ക്ക് ജീവിക്കണം, ഏത് രാജ്യത്ത് കയറിയാലും ശരി. അബ്ദുൾ റഹീം പോയി സൗദിയില്, അവിടെയുള്ള അനസ് എന്ന് പറയുന്ന ഒരു 15 വയസ്സുകാരനെ അടിച്ചു കൊല്ലുന്നു. വെറുതെ വിടുവോ? ആ രാജ്യത്തിന്റെ നിയമം എന്താണെങ്കിലും ശരി, അത് അനുഭവിച്ചേ പറ്റൂ. തല്ലിയോ? ആ തല്ലില്ല, കുട്ടി മരിച്ചോ? ഇവിടെ 64 കോടി രൂപയോ 34 കോടി രൂപയോ ഇനി 100 കോടിയാണെങ്കിലും ശരി, അത് പിരിച്ചു നൽകാൻ ഇവിടെ ആളുണ്ട്. ആലോചിച്ച് നോക്കിക്കേ, ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത അഫാനെ രക്ഷപ്പെടുത്താൻ നാളെ ഒരു ഫണ്ട് ഇട്ടാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെ നമുക്കതിനെ കാണാൻ കഴിയും? നിമിഷപ്രിയ യമനിൽ പോയി, ആ തലാൽ അബ്ദുൽ മഹദിയുമായിട്ട് ചേർന്ന് അവനെ കൊന്ന് കഷ്ണങ്ങളാക്കി പോളിത്തീൻ കവറുകളിലാക്കി വാട്ടർ ടാങ്കിനകത്ത് കൊണ്ടുപോയിട്ടു. എവിടെ ചെന്നാലും ശരി, ആ രാജ്യത്തെ നിയമം അനുശാസിക്കും വിധം മര്യാദയ്ക്ക് ജീവിക്കണം. അതിന് ഞാനാണെങ്കിലും നമ്മളാണെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ ആ രാജ്യം മര്യാദ നമ്മളെ പഠിപ്പിക്കും. അപ്പൊ അമേരിക്കയിൽ പോയ 8000 വിദ്യാർത്ഥികൾ ജൂതന്മാരെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. ആ ബട്ടർഫ്ലൈ ചാനലിന്റെ പേരാണ് നാസർ പെരുമ്പടപ്പ് പുത്തൻപള്ളി. ഓക്കെ, സ്വാഗതം. അങ്ങനെയാണ് നമ്മൾ ഫേക്ക് ഐഡിയിൽ വരരുത്. നമുക്ക് പറയാനുള്ളത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ശരി, നമ്മളൊരു പേരൊക്കെ ഇടും, ഒന്നും കുഴപ്പമില്ല. ധൈര്യമായിട്ട് നമ്മുടെ പേര് പറഞ്ഞ് തന്നെ രംഗത്ത് വരണം. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ശരിയാണ് എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ ഭയക്കേണ്ടത്? പറയുക. റെനിയോട് എന്തോ പറയാനെന്ന് നാസറെ, ഒന്ന് പറ.
അപ്പോ അനധികൃത കുടിയേറ്റക്കാരെ തെരഞ്ഞു പിടിച്ച് നാട് കടത്തി തുടങ്ങിയിട്ടുണ്ട് ട്രംപ്. ട്രംപിനെ പിന്തുടർന്ന് ഒരുപാട് രാജ്യങ്ങൾ. അവരെയും കൊണ്ടിട്ടുള്ള ആദ്യ ഫ്ലൈറ്റ് പറന്നുയർന്നപ്പോൾ തന്നെ ലോക രാജ്യങ്ങൾ കിടുകിടെ വിറച്ചു. അവരുടെയൊക്കെ വിസ റദ്ദാക്കി, എക്സിറ്റ് പെർമിറ്റ് കൊടുത്ത് നാട് കടത്തി. എയർപോർട്ടിൽ കൊണ്ടുപോകുന്ന രീതി കണ്ടാൽ എല്ലാ മുസ്ലിങ്ങളും ഭയക്കും. ഇത് ട്രംപിന്റെ നിയമമാണ്. അമേരിക്കയെ ഭീകരവിരുദ്ധമാക്കണം, തീവ്രവാദമുക്തമാക്കണം എന്ന് ട്രംപിന് ബാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഭീകരവാദം തുടച്ചു നീക്കണം എന്നത് നരേന്ദ്രമോദിയുടെ കർത്തവ്യമാണ്. അത് അദ്ദേഹം ചെയ്യും. ഇസ്രായേലിൽ നിന്ന് ഭീകരതയെ ഒഴിവാക്കണം എന്നത്, ഹമാസ് ഭീകരരെയും ഹിസ്ബുല്ലയെയും ഹൂതികളെയും ഒക്കെ നിലയ്ക്ക് നിർത്തണം എന്നത് നെതന്യാഹുവിന്റെ അനിവാര്യതയാണ്, അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. അദ്ദേഹം അത് ചെയ്യും. രാജ്യാന്തര കൊടും ക്രിമിനലുകളെ കൊണ്ടുപോകുന്നത് പോലെ കൈകാലുകളൊക്കെ ചങ്ങലക്കിട്ടിട്ട് ഫ്ലൈറ്റുകളിൽ കയറ്റി വിടുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ ആളുകൾ അട്ടഹാസം ഉണ്ടാക്കി. എന്ത് ചെയ്യണം? ആ രാജ്യത്തെ നിയമങ്ങൾ തെറ്റിച്ച ആ രാജ്യത്തിന്റെ ക്രിമിനലുകളാണ് അവർ. അവിടെ തന്നെ ഇവരെ വിചാരണ ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ അവർ ഒന്നും ചെയ്തില്ല. ആ രാജ്യത്തെ നിയമ നടപടികൾക്ക് വിധേയമാക്കിയില്ല. അത്രയും കരുണ അവർ ചെയ്തു. സേഫായി അവരുടെ സൈനിക വിമാനത്തിൽ തന്നെ അതാത് രാജ്യങ്ങളിലേക്ക് എത്തിച്ചു. അല്ലെങ്കിൽ അവരുടെ ജയിലുകളിൽ ഇട്ടാൽ മതിയായിരുന്നു. അങ്ങനെ പോലും അവരുടെ നികുതി പണം ചെലവാക്കണ്ടെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. മനസ്സിലായ? ഇന്നലെ ബട്ടർഫ്ലൈ വന്നത് നമ്മളെ എന്തൊക്കെയോ വിമർശിച്ചുകൊണ്ടായിരുന്നു അല്ലേ? ഇന്ന് ലൈക്ക് തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ സന്തോഷം. എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിമർശനങ്ങൾക്കൊന്നും അതീതരല്ല. അത്രമാത്രം അസഹിഷ്ണുതയൊന്നും നമുക്കില്ല. ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ വിമർശിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും മാന്യമായിട്ടുള്ള വിമർശനങ്ങൾക്ക് സ്വാഗതം. ബട്ടർഫ്ലൈക്ക് പറയാനുള്ളത് എന്താണ്? നമ്മുടെ ചാനലിൽ പറഞ്ഞോ, എല്ലാവരും കേട്ടോട്ടെ. താങ്കളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് കേൾക്കാമല്ലോ. ഇൻഡിവിജ്വൽ ആയിട്ട് ഡിബേറ്റിന് ഇരിക്കാനൊന്നും അറിയാമല്ലോ. ഒരുപാട് സമയം നഷ്ടപ്പെടും. എനിക്കല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. അപ്പൊ അതാത് രാജ്യത്ത് അമേരിക്കയുടെ ഫ്ലൈറ്റിൽ കയറ്റിയിട്ടാണ് അവരെ ഇറക്കി കൊണ്ടുപോകുന്നത്. അതുവരെ ചങ്ങലകൾ അഴിക്കുന്നില്ല. അത് ആ രാജ്യത്തിന്റെ നിയമമാണ്. അഴിച്ചാൽ അവര് ഫ്ലൈറ്റുകളിൽ ഇരുന്നിട്ട് അല്ലാഹു അക്ബർ മുഴക്കിട്ട് ജിഹാദിസം കാണിക്കും. മറ്റുള്ളവരുടെ കൂടെ ജീവന് ഭീഷണിയാകും. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ആ മുഹമ്മദ് നബിയുടെ 6-ാം നൂറ്റാണ്ടിന്റെ മതമായിരുന്നു അവരുടെ തലച്ചോറിൽ. അവരിതൊക്കെ ചെയ്യാൻ കാരണം അതാണ്. കാരണം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് ശൈത്താന്മാരുടെ പരിപാടിയല്ലേ അത്? ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ പരിപാടിക്ക് പങ്കെടുക്കുന്നു. മ്യൂസിക്, അയ്യോ, പിശാചിന്റെ ശബ്ദം വേണ്ട. ഈ മതം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട. പന്നിയിറച്ചി നിങ്ങൾ തിന്നണ്ട, കാളയിറച്ചി നിങ്ങൾ തിന്നുന്നില്ല, തിന്നുന്നവര് തിന്നോട്ടെ, അതിന് നിങ്ങൾക്കെന്താ? അതിന് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണല്ലോ. അപ്പോ ആ നബി ഉണ്ടാക്കിയ ഗോത്ര നിയമത്തിൽ മുറുകെ പിടിച്ചിട്ടാണ്, ഖുർആനിന്റെ സൂക്തങ്ങൾ ഉരുവിട്ടിട്ടാണ് പാവപ്പെട്ട ഒരു ജനത അനുഭവിക്കുന്ന വേദനകൾക്കും യാതനകൾക്കും നടുവിൽ നിന്നവരെ പരിചയാക്കി ഹമാസ് വേട്ടയാടിയത്. അതിനാർക്കാ നഷ്ടം? നഷ്ടം വന്നത് ആർക്കാ? ഗാസയിലെ ജനതയ്ക്ക്. അനുഭവിച്ചത് ഗാസക്കാർ, ഖാൻ യൂണിസുകാർ, പലസ്തീനികൾ. നേട്ടമാർക്കാ? ഹമാസിന് നേട്ടം കിട്ടി. അയ്യോ, ബട്ടർഫ്ലൈ എന്താ സംശയം?